ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹണി ട്രാപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് എങ്ങനെയാണ് ഫേസ്ബുക്ക് വഴി ഹണി ട്രാപ്പിംഗ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പറയാം. ഞാൻ ഫേസ്ബുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. വളരെ റെയർ ആയിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കോട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിലോട്ട് വരും. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്ത് വിടുന്ന പരിപാടിയാണ് ഞാൻ ഫേസ്ബുക്കിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ റീസെന്റ് ആയിട്ട് ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറെ റിക്വസ്റ്റ് വന്ന് കിടക്കും. ഞാൻ മിക്കവാറുള്ള റിക്വസ്റ്റ് ആരാണെന്നും നോക്കാറൊന്നുമില്ല. നമ്മൾ കൺഫേം ചെയ്ത് വിടും. അങ്ങനെ കൺഫേം ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്കൊരു റിക്വസ്റ്റ് വന്നു. ചഞ്ചൽ ഗുപ്ത എന്നാണ് പേര് വരുന്നത്. അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ചഞ്ചൽ ഗുപ്ത അപ്പൊ തന്നെ എനിക്കൊരു ഹായ് അയച്ചു. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട്, ഈ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ആഡ് ചെയ്ത് തരാം. ഫുൾ സ്ക്രീൻഷോട്ട് എൻ്റെ ഇല്ല. ആദ്യം കുറച്ച് മെസ്സേജുള്ള അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ അതിനുശേഷമുള്ള കുറച്ച് മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് ഞാൻ കയറി നോക്കി ഇത് ജെന്യുവൻ ആണോ എന്നുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, ചഞ്ചൽ ഗുപ്ത എന്നുള്ള പേര് കേട്ടാൽ തന്നെ എനിക്ക് തോന്നി ഇത് ഫേക്ക് ആയിരിക്കുമെന്ന്. അപ്പൊ ഞാൻ കയറി നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ലൊരു പ്രൊഫൈല്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് എല്ലാം സിംഗിൾ, അതായത് ഒരാളുടെ തന്നെ ഫോട്ടോസ് അല്ല. സാധാരണ ഈ ഫേക്ക് അക്കൗണ്ടിലൊക്കെ ഫോട്ടോസ് ഒന്നും അത് കാണത്തില്ല. അല്ലെങ്കിൽ പല പല ആൾക്കാരുടെ ഫോട്ടോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ആ ഫോട്ടോസിന്റെ സെഷൻ ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് ഒരു ദിവസമാണ് ഈ 7 ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ അക്കൗണ്ട് ഫേക്ക് ആണെന്നുള്ള കാര്യം. അപ്പോൾ അവരാദ്യം പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എവിടെയാണ് വീടൊക്കെ, എവിടെയാണെന്നൊക്കെയുള്ള പരിപാടിയൊക്കെയാണ് ചോദിച്ചത്. അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ എന്തായിരുന്നു വാട്സപ്പ് നമ്പർ ചോദിച്ചു. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തു. ഞാൻ വെച്ചാൽ വാട്സപ്പിലായിരിക്കും അവർ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തു. അതല്ല, അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു വീഡിയോ കോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ കോൾ ചെയ്തോളാം. അങ്ങനെ അവർ വീഡിയോ കോൾ ചെയ്തു. അപ്പൊ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, എന്റെ ഫ്രണ്ട് ക്യാമറ ഹൈഡ് ചെയ്തിട്ടാണ് വീഡിയോ കോൾ ചെയ്തത്. അവർ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫ്രണ്ട് ക്യാമറ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വീഡിയോ കോൾ ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് പറഞ്ഞു ഫേസ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫേസ് കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവർ ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയി. അക്കൗണ്ടും ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അപ്പൊ ആ ഒരു അക്കൗണ്ട് ഇപ്പോഴും ഫേസ്ബുക്കിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ അക്കൗണ്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഹണി ട്രാപ്പിംഗ് പരിപാടി നടക്കുന്നത്. അപ്പൊ ഇത് അഥവാ ഞാൻ ഈ ഫോൺ, അതായത് ഈ വീഡിയോ കോൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ഫേസ് അവരുടെ വീഡിയോ കോളിനകത്തിൽ കാണാൻ പറ്റും. അപ്പൊ അവരത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് തന്നെ അയച്ചു തന്നിട്ട് പറയും. സംഭവം എന്ന് പറഞ്ഞത് ന്യൂഡ് വീഡിയോ കോൾ ആട്ടോ. അവര് ന്യൂഡായിരിക്കും. അപ്പൊ നമ്മുടെ ഫോട്ടോ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പൊ ഇത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് തന്നെ അയച്ചു തന്നിട്ട് പറയും ഇത് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ പൈസ തരാൻ പറയും. ഇതാണ് മെയിനായിട്ട് ഈ ഹണി ട്രാപ്പിങ്ങിന്റെ പരിപാടിയിൽ നടക്കുന്നത്. ഇത് ഫേക്ക് അക്കൗണ്ട് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും കുറെ ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ല. അത്രയും ജെന്യുവൻ ആയിട്ടുള്ള രീതിയിൽ ഈ ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന ഇനിയിപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ അൺവാണ്ടഡ് കോൾസുകളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക. പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇപ്പൊ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം തന്നെയാണോ 5-6 ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് ആണോ എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും ഇത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യം. മിക്കാറുള്ള അക്കൗണ്ട് എല്ലാം കേരളത്തിൽ നിന്നും അക്കൗണ്ട് ആയിരിക്കത്തില്ല, കേരളത്തിന് വെളിയിൽ നിന്നുള്ള അക്കൗണ്ട് ആയിരിക്കും. അതായത് പേര് ഒരു കേരളത്തനിമയുള്ള പേരായിരിക്കത്തില്ല മിക്കാറുള്ള അക്കൗണ്ടിനൊക്കെ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇനി ഇങ്ങനെ ആരെങ്കിലും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് എനിക്ക് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് വിടുക. നിങ്ങൾ അങ്ങനെ പൈസ അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ചിലർക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങളത് മൈൻഡ് ആക്കാതിരിക്കുക മാക്സിമം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം പറ്റുള്ള കാര്യം പറഞ്ഞാൽ മതി. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന്റെ പുറകെ നടന്നിട്ട് വലിയ സംഭവം ഒന്നും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. ഓക്കെ, അപ്പൊ മാക്സിമം ഈ നമുക്ക് അറിയാത്തവരിൽ നിന്ന് കോൾസ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. വീഡിയോ കോൾ ആയാലും ശരി, ഓഡിയോ കോൾ ആയാലും ശരി, അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പലർക്കും അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഇതൊന്നും അത്ര ബോധേഡ് അല്ലാത്ത ഒരു ടീമാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.